ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് 1 കപ്പ് ചിരണ്ടിയ തേങ്ങ ഇടുക. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 1 തണ്ട്, ഇനി വറുക്കുക. അങ്ങനെ തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. തീ അല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 പിഞ്ച് ഉലുവ ഇടുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ 6 വെളുത്തുള്ളി, അര ഇഞ്ച് നീളമുള്ള ചെറിയ ഇഞ്ചി ചതച്ചത്, 6 ചെറിയ വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് നെടുകെ കീറിയത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ്. തക്കാളി ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. കൂടെ 100 ml വെള്ളത്തിനകത്ത് 3 കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കറി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അങ്ങനെ കറി തിളച്ചു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 1 കിലോ ചെറിയ നെമ്മീനാണ്, 1 കിലോ ഉണ്ട് ക്ലീൻ ചെയ്തത്. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.